യുഎയിലെ പുതിയ സ്പീഡ് ലിമിറ്റ് മാറ്റങ്ങൾ നോട്ട് ചെയ്തോളൂ. 2025 പ്രധാന 6 നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ ഫൈൻ ഒഴിവാക്കാം. ദുബായിൽ ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹിയാൻ സ്ട്രീറ്റിൽ ദുബായ് അലൈൻ റോഡ് മുതൽ അക്കാഡമിക് സിറ്റി വരെ 100 km/h ആണ്. പിന്നീട് അൽ ഖവനീജ് വരെ 90 km/h. അൽ അമ്രാദി സ്ട്രീറ്റ് ഇനി മുതൽ 90 km/h കൺസിസ്റ്റന്റ് സ്പീഡ് ആയിരിക്കണം. ഷാർജയിലാണെങ്കിൽ അൽ വാദ അൽ ഇത്തിഹാദ് റോഡ് സ്പീഡ് ലിമിറ്റ് ഇപ്പോൾ 100 km നിന്ന് 80 km ആയി കുറച്ചിരിക്കുകയാണ്. റാസൽ ഖൈമയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സലീം സ്ട്രീറ്റ് അൽ റാഫ മുതൽ അൽ മർജാൻ ഐലൻഡ് വരെ 100 km പകരം 80 km/h ആണ്. റാസൽ ഖൈമയിലെ ചില റോഡുകൾക്ക് സ്പീഡ് ലിമിറ്റ് കൂട്ടിയിട്ടുമുണ്ട്. അൽ വത്തൻ റോഡ് 100 km 120 km ആയതുപോലെ. അബുദാബിയിലെ 2 പ്രധാന ഹൈവേകളിൽ സ്പീഡ് കുറച്ചിരിക്കുകയാണ്. E11 റോഡ് 40 ആയിട്ടും E20 സ്വീഹാൻ റോഡ് 120 km 100 km ആക്കിയിരിക്കുകയാണ്. മറ്റൊരു പുതിയ നിയമം ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റോഡിലെ 2 ലൈനുകൾ മിനിമം സ്പീഡ് 120 km വേണം എന്നുള്ളതാണ്. അതിൽ കുറച്ചാൽ 400 ദിർഹംസ് ആണ് ഫൈനായിട്ട് വരുന്നത്. നിങ്ങൾ ഓവർ സ്പീഡ് ചെയ്യുകയാണെങ്കിൽ കഠിനമായ ശിക്ഷയാണ്. 80 km/h എങ്കിൽ 3000 ദിർഹംസും 23 ബ്ലാക്ക് പോയിന്റ്സും 60 ദിവസം കാർ പിടിക്കുകയും ചെയ്യും. 60 km/h കൂടുകയാണെങ്കിൽ 2000 ദിർഹംസും 12 ബ്ലാക്ക് പോയിന്റ്സും 30 ദിവസത്തെ വെഹിക്കിൾ ഇംപൗണ്ട്മെന്റുമാണ്. 60 km/h വരെ ആണെന്നുണ്ടെങ്കിൽ 1500 ദിർഹംസും 6 ബ്ലാക്ക് പോയിന്റ്സും 15 ദിവസം ഇംപൗണ്ട്മെന്റും ഉണ്ടാകുന്നതാണ്. റൂൾസ് പാലിക്കുക, സ്പീഡ് പരിധികൾ മാനിക്കുക.